തൃശൂർ അഞ്ചേരിയിലുള്ള ജിമ്മന്മാരായ അച്ഛനെയും മക്കളെയുമാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മിസ്റ്റർ ഇന്ത്യ ആകാൻ ആഗ്രഹിച്ച ഒരു അച്ഛൻ ആൻഡ്രു ജീവിത സാഹചര്യങ്ങൾ മൂലം അതിന് കഴിയാതെ വന്നതോടെ തന്റെ മക്കളിലൂടെ അത് നേടിയെടുക്കുകയാണ്. അഞ്ചേരി സ്വദേശി ആൻഡുവിന് വലിയ ആഗ്രഹമായിരുന്നു ബോഡി ബിൽഡർ ആകണമെന്ന്. വർഷങ്ങൾക്ക് മുൻപേ അതിനായി പരിശ്രമിച്ചു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആഗ്രഹം നടന്നില്ല. വീട്ടിൽ സ്വന്തമായി അതിന് സൗകര്യങ്ങൾ ഒരുക്കി പരിശീലനം നടത്തി. അതും വർഷങ്ങൾക്ക് മുൻപേ. അച്ഛൻ്റെ ദിനചര്യകൾ കണ്ടു വളർന്ന മക്കളും അച്ഛനെ പോലെ തന്നെ ശരീരം മാറ്റണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രയത്നിച്ചു. അതോടെ ഒരു വീട്ടിൽ നിന്ന് 3 ബോഡി ബിൽഡർമാർ. അച്ഛൻ ആൻഡു തനിക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങൾ തന്റെ മക്കളിലൂടെ സാധ്യമാക്കുകയാണിപ്പോൾ. ഞാൻ 10-15 വയസ്സ് മുതൽക്ക് വെയിറ്റ് എടുത്ത് തുടങ്ങിയതാണ്. അങ്ങനെ വെയിറ്റ് എടുത്ത് തുടങ്ങിയിട്ട് ഞങ്ങൾ പിള്ളേരൊക്കെ ആയപ്പോൾ പിള്ളേർക്ക് ഒരു 10-15 വയസ്സായപ്പോൾ പിള്ളേർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പോലെ ജിമ്മാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിള്ളേരിപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ക്ലബ്ബ് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്തവൻ അങ്ങനെ ഒരു ക്ലബ്ബ് ഇട്ടു. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തവനൊരു ആഗ്രഹം, ഒരു ജിമ്മിൽ ഇടുന്നൊരു ആഗ്രഹം രണ്ടാമത്തവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഒരു സ്വന്തമായിട്ടൊരു ക്ലബ്ബ് ഇട്ടുണ്ട്. അപ്പോൾ അങ്കമാലിയിൽ ഒരു ക്ലബ്ബ് ഇട്ടാണ്, ഷിൻഡോ പാലക്കരയിൽ ജിമ്മ്. മക്കൾ 14-ാം വയസ്സ് മുതൽ അച്ഛനോടൊപ്പം ബോഡി ബിൽഡിംഗ് രംഗത്തുണ്ട്. മൂത്ത മകൻ ഷിൻഡോ മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ എന്നീ പട്ടങ്ങൾ നേടി. ഇളയ മകനും ഒട്ടും പുറകിലല്ല. ഈ കാലയളവിൽ ലിൻഡോ മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ പാലക്കാട് എന്നീ പട്ടങ്ങൾ കയ്യിലൊതുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഫംഗ്ഷന് പോയാലും എന്ത് പോയാലും നമ്മൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല. എല്ലാവരും ഇവരുടെ അടുത്തേക്ക് പോകുള്ളൂ. നമുക്കൊരു ഈഗോ അടിക്കുമല്ലോ. നമുക്ക് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ രംഗത്തേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ അതിൽ ബെസ്റ്റ് ആവാൻ നോക്കി. അതിൽ അത്യാവശ്യം നമ്മൾ മിസ്റ്റർ കേരള വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് പ്രൈസ് അടിക്കാൻ പറ്റി. വീട്ടിലായാലും എൻ്റെ ഭക്ഷണക്രമം ഓയില്, അതേപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ, മസാല ആയിട്ടുള്ള ഫുഡുകളൊക്കെ വളരെ കുറവാണ്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ. അപ്പോൾ സൺഡേ മാത്രമാണ് ഒരു ചീറ്റ് മീലായിട്ട് എൻജോയുള്ളൂ. 2 നേരമാണ് ഒരു ദിവസത്തിൽ വർക്കൗട്ട് വരാം. കാലത്തും വൈകുന്നേരം എൻ്റെ ഒരു സമയം നോക്കിയിട്ട് ആണ് ഇവിടെ ജിമ്മിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 58-ാം വയസ്സിലും മക്കളോട് കിടപിടിക്കുന്ന തരത്തിൽ ശരീരം വർക്കൗട്ട് ചെയ്യുകയാണ് ആൻഡു. അച്ഛനോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി മക്കളും കട്ടയ്ക്ക് തന്നെ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, ശരിക്കും ഈ അച്ഛൻ്റെ ആഗ്രഹം മക്കളിലൂടെ സാധിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ പലപ്പോഴും മക്കൾക്ക് അതായിരിക്കില്ല ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വേറെ ഏതെങ്കിലും വഴിയെ സഞ്ചരിക്കാനും മറ്റേതെങ്കിലും ജോലിയിലേക്കും അതൊക്കെ ആയിരിക്കും അവർ ലക്ഷ്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഭാഗ്യം തുണച്ചത് ആൻഡുവിൻ്റെ അതേ വഴിയെ പോകാൻ തന്നെയാണ് മക്കളും ആഗ്രഹിച്ചത്. അത് ശരിക്കും ഭാഗ്യമായി. കാരണം അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം അതിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജിമ്മന്മാരുടെ ഫാമിലി അല്ലേ? അഞ്ചേരിയിലെ ആൻഡുവിൻ്റെ വീട്ടിൽ 3 ജിമ്മന്മാരാണ്. 3 പേരും ഒരുപോലെ തന്നെ അവരുടെ ബോഡി കൃത്യമായി ഓരോ ദിവസവും ഫിറ്റ്നസ് പരിശീലനമൊക്കെ നടത്തി അത് എപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആൻഡു എന്ന് പറയുന്ന അച്ഛന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു താൻ ഒരു ബോഡി ബിൽഡർ ആകണം എന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. പല മാതാപിതാക്കൾക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും. അതൊക്കെ അവരുടെ മക്കളിലൂടെ സാധിക്കാനായി പലരും ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും പലർക്കും സാധിക്കാതെ വരുന്നത് ഒരു ഘടകം കൊണ്ടാണ്. കാരണം മക്കൾക്ക് പലപ്പോഴും അച്ഛനമ്മമാരുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കില്ല അവരുടെ ഒരു ജീവിതത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അച്ഛനെ കണ്ട് അവർ മാതൃകയാക്കി ആ മക്കൾ അവർ ഇതുപോലെ തന്നെ ഈ കൃത്യമായി ഫിറ്റ്നസ് പരിശീലനമൊക്കെ നടത്തി അവർ ഈ ബോഡി ബിൽഡിംഗ് രംഗത്ത് ഉന്നത നേട്ടങ്ങളൊക്കെ തന്നെ കൈവരിച്ചു വരികയാണ്. അത് ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ മക്കളിലൂടെ സാധിക്കാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 58-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. കാരണം കൃത്യമായി ഒരു പരിശീലനം
നടത്തി ഇപ്പോഴും ഏറ്റവും ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാ ഫിറ്റ്നസ് പരിശീലനങ്ങളും അദ്ദേഹം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡിയും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ അഞ്ചേരിയിലുള്ള ഈ വീട്ടിൽ 3 ജിമ്മന്മാർ ഉണ്ട്. അവർ 3 പേരും കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്.